ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് വാൻഡറിങ് ടെക്കി. ലൈഫ് ഇങ്ങനെ കുറച്ച് ബിസിയായി വന്നപ്പോഴാണ് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സോട് ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തത്. ഒരു ചെറിയ ബ്രേക്ക് വേണമെന്ന് എല്ലാവർക്കും ഒരേപോലെ തോന്നിയുണ്ട്. സംഭവം നല്ല എളുപ്പമായി. അങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒന്നും വേണ്ടി വന്നില്ല. ബിക്കോസ് ഒരു സിമ്പിൾ ബട്ട് മെമ്മറബിൾ ട്രിപ്പായിരിക്കണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു എല്ലാവർക്കും. അങ്ങനെ സ്റ്റേക്കേഷൻ പ്ലാനൊക്കെ ഓണാക്കി. ഒരേപോലെ ബ്രേക്ക് എടുക്കാൻ തോന്നിയവർക്ക് ഒരേപോലെ ഒരു കണ്ടീഷനും തോന്നി. അതായത് അധികം ട്രാവൽ ചെയ്ത് ടയേർഡ് ആവാതെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് അത്യാവശ്യം റിലാക്സേഷനും ഒക്കെ കിട്ടുന്ന പോലെ നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേക്കേഷൻ അതായിരുന്നു എല്ലാവർക്കും വേണ്ടത്. സോ ഞങ്ങൾ കുറേ ഇൻസ്റ്റഗ്രാം പേജസൊക്കെ കോണ്ടാക്ട് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾക്കൊരു ബെസ്റ്റ് എന്ന് തോന്നിയൊരു പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അന്നൊരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോപ്പർട്ടി കിട്ടാൻ ഞങ്ങൾ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു. ഞങ്ങൾ എന്തായാലും ഇത്തവണ അധികം റിവ്യൂസോ ഒന്നും നോക്കാണ്ട് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് ഞങ്ങൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വന്നത്. ഇപ്പോൾ എല്ലാവരും തമ്മിൽ കണ്ടാണല്ലോ. യെസ്, ഞങ്ങൾ ഇത്തവണ സ്റ്റേ ചെയ്തത് മുടിപ്പാറയിലുള്ള ക്യാമ്പ് ലൈറ്റ്സ് എന്ന പ്രോപ്പർട്ടിയിലായിരുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ ഈ ഒരു പോണ്ട് കണ്ടതോടെ എല്ലാവരും ഹാപ്പിയായി. പിന്നെ ആ ഒരു ക്ലൈമറ്റും ചെറിയൊരു ഡ്രിസ്ലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല മഞ്ഞും കോടയും ഒക്കെ ഉള്ളൊരു നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു അവിടെ. പിന്നെ ആ ഒരു ഫുൾ ആംബിയൻസും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഒരു എ ഫ്രെയിമും പിന്നെ ഡി ഫ്രെയിമാണ്. ഇതല്ലാതെ ഇവിടെ ലോഗ് ഹൗസ് ഉണ്ട്, ടെൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല, നമ്മൾ ചൂസ് ചെയ്യുന്ന പാക്കേജ് അനുസരിച്ച് ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ആ ഒരു മഴയും മഞ്ഞും ഒക്കെ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ എ ഫ്രെയിമിൽ നിന്ന് തന്നെയുള്ള വ്യൂ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊരു താഴത്തെ പോർഷനാണ്. ഇതിൻ്റെ കുറച്ചപ്പുറമായിട്ട് ഒരു ടോപ്പ് പോർഷനുണ്ട്, ഒരു പാറക്കല്ലിൻ്റെ ഒക്കെ മേലെയായിട്ട്. ആ ഒരു പോർഷനും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ. ഇവരെന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഫുൾ അവർ ഓർഗനൈസ് ചെയ്തേക്കുന്നത്. നല്ല എസ്തെറ്റിക്കായിട്ടും നല്ല ബ്യൂട്ടിഫുള്ളി ഓർഗനൈസ്ഡ് ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഒരു കോസി ക്ലൈമറ്റും എല്ലാം. ഇത് രാവിലെ എണീച്ചപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മുടെ റൂമിൽ നിന്ന് നല്ല കോടയൊക്കെ കയറി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതാ നടന്നു വരുന്നതാണ് നമ്മുടെ സ്വന്തം നിതിൻ ചേട്ടൻ. അപ്പോൾ നിതിൻ ചേട്ടനും അലൻ ചേട്ടനും സ്റ്റേ ചെയ്തത് ഡി ഫ്രെയിമിലായിരുന്നു. അപ്പോൾ ഡി ഫ്രെയിമിൽ വാഷ്റൂം, അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു കോമൺ വാഷ്റൂമാണുള്ളത് പുറത്ത്. അതുകൊണ്ട് ഗേൾസും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു എ ഫ്രെയിം കൂടെ എടുത്തത്. കാരണം എ ഫ്രെയിമിലാണെങ്കിൽ അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഉണ്ട്. ഇതിവിടുത്തെ മോർണിംഗ് വ്യൂ ആണ്. നല്ല രസമുണ്ട്. ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ നടക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നാണ് തോന്നുന്നത്. അവർ കുറേ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ ആ ടൈമിൽ. ഓവറോൾ ഒരു അടിപൊളി വൈബുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഇത്. നല്ല ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല മെമ്മറബിളായിട്ടുള്ളൊരു സ്റ്റേക്കേഷൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേളിലൊരു വേറെ പോർഷൻ തന്നെ ഉണ്ടെന്ന്, ഒരു പാറക്കല്ലിനൊക്കെ മേലെയായിട്ട്. ഇതാണ് ആ ഒരു ഏരിയ. ഇത് നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. ഇവിടുത്തെ വ്യൂ നല്ല ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഇവിടെ കുറച്ചുകൂടെ റിസ്കി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല ഒരു പ്ലേസ് തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഒരു 2 days സ്റ്റേക്കേഷൻ. ഇതൊരു നല്ല ഒരു എന്താ പറയുക, ആഗ്രഹിച്ച പോലെ തന്നെ നല്ല മെമ്മറബിളായിട്ട് നല്ല റിലാക്സ്ഡായിട്ട് ഉള്ളൊരു സ്റ്റേക്കേഷനായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ശരി, ബൈ.